Welcome to my YouTube channel Lovely Tricks and it's my account. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ സോഷ്യൽ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ 11th ചാപ്റ്റർ സ്റ്റാൻഡേർഡ് 8th 11th ചാപ്റ്റർ ഇന്ത്യ ആൻഡ് എക്കണോമിക് പ്ലാനിംഗ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഫ്രണ്ട് പേജിലൊരു ഇത് what are the arrangements you would make to conduct a such district level social science fair in your school? എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഒരു സബ് ഡിസ്ട്രിക്ട് ലെവലിലുള്ള സോഷ്യൽ സയൻസ് ഫെയർ മീൻസ് ഇങ്ങനെ എന്തെങ്കിലും സോഷ്യൽ സയൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ്, എന്തൊക്കെ കരുതലുകളാണ് നിങ്ങളവിടെ ചെയ്യാമെന്നാണ് അതിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. ഫെസിലിറ്റി ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഫുഡ്, ഡ്രിങ്കിങ് വാട്ടർ ഭക്ഷണത്തിനും കുടിക്കുന്ന വെള്ളത്തിനുമുള്ള സമ്പ്രദായങ്ങൾ അവിടെ അനുയോജ്യമായി ഒരുക്കുന്നതാണ്. ലൊക്കേഷൻ ഓഫ് സ്റ്റാളുകളൊക്കെ നമ്മൾ ലൊക്കാലിറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവൈറ്റിംഗ് ഗസ്റ്റുകളെ നമ്മൾ ക്ഷണിക്കുന്നു. അറേഞ്ച്മെൻറ്റ്സ് ഓഫ് പാർക്കിംഗ് വെഹിക്കിൾസ് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നു. ഇനി നമ്മൾ മെയിൻ കൺസെപ്റ്റിലേക്കാണ് പോകാൻ പോകുന്നത്. പാഠത്തിലേക്ക് തുടങ്ങാൻ നെക്സ്റ്റ് പേജാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ആക്കി എന്താണ് ചോദിച്ചിരിക്കുന്നത്, അത്യാവശ്യം ഇതിനകത്ത് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നത് മിക്കതും എക്കണോമിക് പ്ലാനിങ് എന്താണെന്നുള്ള ഒരു കാര്യമാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിനാൽ എക്കണോമിക് പ്ലാനിങ് എന്താണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം മാർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു പോർഷനാണ് എന്താണ് വാട്ട് ഈസ് എക്കണോമിക് പ്ലാൻ. അതിന് രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് എക്കണോമിക് പ്ലാൻ ഓർ ഹൗ ടു ഗ്രോ ദ എക്കണോമിക് പ്ലാൻ. അങ്ങനെ നോക്കുമ്പോൾ എക്കണോമിക് പ്ലാനിങ് ഈസ് ദ പ്രിപ്പറേഷൻ ടു അച്ചീവ് ദ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ് വിത്തിൻ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് സഹായകമായ സാധനങ്ങൾ, എക്കണോമിക് ആയിട്ടുള്ള പുരോഗതിയുടെയും സഹായമായ സാധനങ്ങൾ ഉള്ള സൊസൈറ്റിയിലുള്ള സേവനങ്ങളും അതേപോലെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് കിട്ടുന്ന സമയത്ത് നമ്മൾ എല്ലാം കൂടി നടത്തുന്ന ഒരു എക്കണോമിക് പ്ലാനിങ് ആണ്, ചർച്ചയാണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പിന്നെ പറഞ്ഞ മെയിൻ കോൺസെപ്റ്റായിട്ട് വരുന്നത് എക്കണോമിക് പ്ലാനിങ് എപ്പോഴാണ് തുടങ്ങിയതെന്നാണ് ചോദിക്കുക. എക്കണോമിക് പ്ലാനിങ് വാസ് ഇനീഷ്യേറ്റഡ് ഇൻ ഇന്ത്യ ഈവൻ ബിഫോർ ദ കൺട്രി ഗോട്ട് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് എക്കണോമിക് ഇന്ത്യയിൽ ഇനീഷ്യേറ്റ് ചെയ്തത്. You have studied the drain theory of Dadabhai Naoroji in earlier classes. ദാദാഭായ് നയോർജിയിലെ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇത് എന്താണ് പിന്നെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ. കറാച്ചി കോൺഫറൻസിലെ മെയിൻ അജണ്ട ഫോർ കറാച്ചി കോൺഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ മെയിൻ അജണ്ട ഫോർ കറാച്ചി കോൺഫറൻസ് ഡിസ്കഷൻ ഇൻ Karachi Conference 1931 of the Indian National Congress was how to overcome. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരെ തടയാനും അതേപോലെ സ്റ്റണ്ട് ഡെവലപ്മെൻറ്റ് പുരോഗതി ഉണ്ടാവാനുമായിട്ടാണ് നമ്മൾ ഈ കറാച്ചി കോൺഫറൻസിൻ്റെ പ്രത്യേകിച്ചുള്ള അജണ്ട. പിന്നെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ബോംബെ പ്ലാൻ. ഇത് ഫോളോ ചെയ്യുന്നത് ബോംബെ പ്ലാനാണ്. 1944 ഇനീഷ്യേറ്റ് ചെയ്തത്. പ്രിപ്പയർഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയാലിറ്റിസ്റ്റ് ഹൂ അസംബിൾഡ് ഇൻ ബോംബെ. ഇത് തയ്യാറാക്കിയത് ഒരു ഗ്രൂപ്പ് ഓഫ് വ്യവസായകരും അത് ബോംബെയിൽ വെച്ച് നടത്തിയത് കൊണ്ടാണ് ബോംബെ പ്ലാനിംഗ് എന്ന് പേര് വന്നത്. അത് വാട്ട് ഈസ് ബോംബെ പ്ലാനിംഗ് എന്ന് ചോദിക്കാം. ദ പീപ്പിൾസ് പ്ലാൻ prepared by the renowned social activist M.N. Roy also helped in shaping India's planning. The People's Plan എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. M.N. Roy എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഓൾസോ നമുക്ക് ഇന്ത്യയുടെ പ്ലാനിങ്ങിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്.
പിന്നെ ഈ ഒരു ഇതിൽ പെർഫെക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന വേറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വേശ്വരയ്യ. ഹു ഓതർ ദ ഫേമസ് പ്ലാനിങ് എക്കണോമി ഇൻ 1934. അതിൻ്റെ ഇത് ഗേവ് ക്ലിയർ ഡിറക്ഷൻ ടു എക്കണോമിക് പ്ലാനിങ് ആയിട്ടുള്ളൊരു ഡിറക്ഷൻ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എക്കണോമിക് പ്ലാനിലേക്ക് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്കണോമിക് പ്ലാനിങ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് പ്ലാനിങ് ആണ്. ദ ഇന്ത്യൻ ക്യാബിനറ്റ് വിച്ച് മെറ്റ് ഇൻ 15th March 1950 passed a resolution to establish the Planning Commission of India. 15th March 1950 പാസ്ഡ് a resolution to establish. ഇത് കഴിഞ്ഞു. അപ്പോൾ പ്ലാനിങ് കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടു ഇന്ത്യൻ ക്യാബിനറ്റിൽ വെച്ചിട്ട്. പിന്നത്തെ പേജിൽ നമുക്ക് ആദ്യം പറയുന്നത് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് ദ ഇവാലുവേഷൻ ഓഫ് പ്ലാനിങ്. 1938 നാഷണൽ പ്ലാനിങ് കമ്മിറ്റി തന്നിട്ടുണ്ട്. പിന്നെ രണ്ടെണ്ണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെയാണ് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. പിന്നത്തെ ഹെഡ്ലൈനാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ആർ ഡിസൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഇതിനകത്ത് ചോദിക്കാം വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ആർ ഡിസൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വാലിറ്റി, ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷനാണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 4 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. പിന്നെ നമ്മൾ ആ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് കൂടുതൽ അറിയാണ് പിന്നത്തെ പേജിൽ. ഗ്രോത്തിനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് എന്തായാലും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ എക്കണോമിക് ഗ്രോത്ത്? ദ 3 sectors ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ഗ്രോത്ത് ഈസ് മെഷേർഡ്. അപ്പോൾ എന്താണ് എക്കണോമിക് ഗ്രോത്ത്? അതിൻ്റെ 3 sectors എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രോത്ത് മെഷർ ചെയ്തിട്ടുള്ള 3 sectors എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്കണോമിക് ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് സാധനങ്ങൾ കൂടുകയും ഇതേപോലെ സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കേരള, സർവീസസ് പൊതുവായ സഹായങ്ങൾ കൂടി കൺട്രിയിൽ തന്നെ കൂടി വരികയും ചെയ്യുന്നതിനാണ് പറയുന്നത്. പിന്നത്തെ പോയിൻ്റായിട്ട് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടേഴ്സ് 3 sectors ചോദിച്ചിട്ടുണ്ട്. അതാണ് സെക്ടേഴ്സാണ് അതൊക്കെ, അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്കണോമിക് ഗ്രോത്ത് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ആസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു നാഷൻസ് പ്രോഗ്രസ്. ജസ്റ്റിഫൈ. എക്കണോമിക് ഗ്രോത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റാണ് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ. അപ്പോൾ കോൺട്രിബ്യൂട്ട്സ് ടു നാഷൻസ് പ്രോഗ്രസ്, ഇത് നാഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് പുരോഗതി ഉണ്ടാക്കുന്നു. അത് കാരണം എന്താണെന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റിഫൈ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്, ഓക്കെ. ഒന്നാമത്തെ പോയിൻ്റാണ് ഇൻക്രീസ്. കൂടുതൽ അഗ്രികൾച്ചർ, കൃഷിയിലും വ്യവസായത്തിലും കൂടുതൽ ഇത് വരുന്നുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ട്രാൻസ്പോർട്ടിലും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിലും പുരോഗതിയുണ്ട്. പിന്നെ ഇൻക്രീസ് ഇൻ ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എനർജി പ്രൊഡക്ഷൻ, എക്സ്പോർട്ട് എക്സെട്ര കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഗ്രോത്ത്. ആശുപത്രികളും എഡ്യൂക്കേഷൻ വിദ്യാലയങ്ങളും അതേപോലെ കോമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എനർജി പ്രൊഡക്ഷൻ, എക്സ്പോർട്ട്, ഇതൊക്കെ കൂടി വരാണ് എക്കണോമിക് ഗ്രോത്തിലൂടെ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കുന്നത് മോഡേണൈസേഷൻ്റെ നെക്സ്റ്റ് ഒരു ഡെവലപ്മെൻറ്റ്. മോഡേണൈസേഷൻ ഇസ് മേക്കിംഗ് യൂസ് ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. മോഡേണൈസേഷൻ ഉണ്ടായിരിക്കുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഇംപ്രൂവ് ദ പേസ് ഓഫ് ട്രാവൽ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. പേസ് ഓഫ് ട്രാവൽ കൂടുകയും